എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. ലഞ്ചിന് ഒരു കാളനും പിന്നെ ഒരു കൊഞ്ച് തോരനും കണ്ടാലോ. ഹായ്, നമ്മൾ കാളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇളവനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുമ്പളങ്ങ നല്ല സ്ക്വയറാക്കി കട്ട് ചെയ്ത് അത് കഴുകിയിട്ട് കുക്കറിലിട്ട് 2 വിസിലടിക്കാം. 2 വിസിലടിക്കുമ്പോഴത്തേക്ക് തന്നെ വെന്തുകൊള്ളും. കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് ഞാൻ. നിങ്ങൾ മഞ്ഞളും മുളകും ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതിട്ടാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, ഉപ്പ് മഞ്ഞൾ, മുളക്, കുറച്ച് ജീരകം ഇതെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിൽ തൈര് ഒഴിച്ച് നല്ല മെഴുക് പോലെ നല്ലോണം അരച്ചെടുക്കാം. ഈ ക്രഷ് ചെയ്തിട്ട് പിന്നെ ഇടുമ്പം നല്ലോണം അരഞ്ഞ് കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ തോരന് വേണ്ടിയിട്ടുള്ള ഇത് തയ്യാറാക്കാം. അതിന് കൊഞ്ചം നല്ല ചെറുങ്ങനെ കട്ട് ചെയ്ത് അതിൽ കുറച്ച് 2-3-4 വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ വലിയ ഉള്ളി, ഉപ്പ്, മഞ്ഞൾ, മുളക് ഇതൊക്കെ ഇട്ട് നല്ലോണം കൈകൊണ്ട് പെരണ്ടിയാൽ നല്ലതാണ് കേട്ടോ. നല്ല ഒരു സോഫ്റ്റ്നെസ് കിട്ടും. അപ്പോൾ അതിന് ശേഷം അത് മഞ്ഞൾ, മുളക് നിങ്ങൾ കാണുന്നില്ല, തേങ്ങ ഇടണം കേട്ടോ. കുറച്ച് നല്ല നാളികേരം ചിരക്കിയതും കൂടി ഇട്ടതിന് ശേഷം അത് നല്ലോണം പെരട്ടി നമ്മൾ ചീനച്ചട്ടി, ഞാൻ ഇരുമ്പിൻ്റെ ചട്ടിയാണ് വെക്കുന്നത്. ഫ്രൈങ് പാന് അതൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും എനിക്കിഷ്ടമല്ല. ഇതിൽ വെക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. കുറച്ച് വെള്ളം ഒഴിച്ചോ കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സിമ്മിലത് വേവിക്കണം. അതിന് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു, കടുക് പൊട്ടിക്കുന്നു. അതങ്ങോട്ടേക്ക് കുട്ടുക, സിമ്മിൽ അതങ്ങ് വേവിക്കുക. അത് നമ്മളെ തൊട്ടടുത്ത് സ്റ്റൗവിൻ്റെ ബർണറിലേക്ക് മാറ്റുക. നമുക്കിപ്പം കറിയുടെ പണി നോക്കിയാലോ. കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചില്ലേ, അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മളെ അരപ്പ് അങ്ങോട്ടേക്ക് ഒഴിക്കാം. നമുക്ക് തൈരൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. തൈര് നമ്മൾ ഓൾറെഡി ഒഴിച്ചിട്ടാണ് അരച്ചത്. അപ്പോൾ അത് തിളച്ച് കഴിയുമ്പോൾ കടുക് പൊട്ടിച്ച് അതിൽ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് അതൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അപ്പുറത്ത് വെച്ചിട്ടുള്ളത് ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി അത് നല്ലോണം ഒന്ന് തുറന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി കുറച്ച് എണ്ണ വേണമെങ്കിൽ തൂക്കിക്കൊടുക്കാം. അല്ലാതെ ഞാൻ എണ്ണയൊന്നും തൂക്കിയിട്ടില്ല കേട്ടോ. അങ്ങനെ ചെയ്യാം. നല്ലോണം കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി നോക്കണം നിങ്ങളെല്ലാവരും. ചെറിയ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. നമ്മൾ കൊഞ്ച് വാങ്ങത്തില്ല, അപ്പോൾ 3-4 കുറച്ച് കൊഞ്ച് മതി, അതെടുത്ത് മാറ്റി വെച്ചാൽ മതി കേട്ടോ. എല്ലാവർക്കും ബായ്.